പ്രിയമുള്ളവരെ നമസ്കാരം. വാസ്കോ ഡ ഗാമ RG കൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പുതിയ തമിഴ് സിനിമയാണ് വാസ്കോ ഡ ഗാമ. ടാറ്റോ ബി സുഭാസ്കരനാണ് വാസ്കോ ഡ ഗാമ നിർമ്മിച്ചിരിക്കുന്നത്. അരുൺ NVയുടെ സംഗീതം, NS സതീഷ് കുമാറാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നകുൽ ജയദേവ്, KS രവികുമാർ, അർത്തന ബിനു, ആനന്ദരാജ്, വംശി കൃഷ്ണ, മൻസൂർ അലിഖാൻ, മുനിഷ്കാന്ത്, റീഡിംഗ് കെൻസ്ലെ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇതിൽ രവികുമാർ 2 വേഷം ചെയ്യുന്നു. ഇനി സിനിമയിലേക്ക് വന്നാൽ ഈ സിനിമ ഒരു പ്രത്യേകതരം പാറ്റേണാണ്, ഒരു പരീക്ഷണം എന്ന് തന്നെ പറയാം. ഇത് കൊല്ലവർഷം 2024. ഈ സിനിമ നടക്കുന്ന കാലഘട്ടം ഒരു 200 കൊല്ലത്തിനപ്പുറമാണ്. അതായത് 200 കൊല്ലം കഴിഞ്ഞിട്ടാണ്. കാരണം ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾട്ടയായി മാറുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ക്ലാസ് റൂമിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഭാവിയിൽ ആരാകണമെന്ന് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ ടീച്ചർ നമ്മളോട് വെച്ച് നമ്മളെന്ത് പറയും? നമ്മൾ ഡോക്ടറാവണമെന്ന് പറയും, അല്ലെങ്കിൽ സ്കൂൾ ടീച്ചറാവണമെന്ന് പറയും, അല്ലെങ്കിൽ എൻജിനീയർ ആവണമെന്ന് പറയും, അല്ലെങ്കിൽ പൈലറ്റ് ആവണമെന്ന് പറയും, അല്ലെങ്കിൽ തീവണ്ടി ഓടിക്കുന്ന ആളാവണമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ, ഒരുപാട് ഇഷ്ടങ്ങൾ നമ്മൾ പറയും. അതിനെയൊക്കെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കും, ടീച്ചർമാരും കൈയടിക്കും. പക്ഷേ ഈ 200 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു സ്കൂളിലെ ഒരു ചോദ്യത്തിന് കുട്ടികൾ പറയുന്ന മറുപടി വളരെ രസകരമാണ്. ഒരു കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയണത്, എനിക്ക് വലിയൊരു കള്ളക്കടത്തുകാരനാകണം. അതിനെ ടീച്ചർമാരും കുട്ടികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റൊരാൾ പറയുന്നത്, എനിക്ക് വലിയൊരു കള്ളനാകണം. മറ്റൊരാൾ പറയുന്നത്, എനിക്ക് ഒരു കൊലപാതകയാവണം, അല്ലെങ്കിൽ ഒരു പോൺ സ്റ്റാർ ആകണം, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ഒരാളാവണം എന്നൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉൾട്ട സംവിധാനം. ഇതിനിടയിൽ ഒരു കുട്ടി മാത്രം ആരാകണമെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത്, എനിക്ക് നല്ലൊരു മനുഷ്യനാകണം, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരാളാകണം, അക്രമങ്ങളെ തട്ടിക്കേൾക്കുന്ന ഒരാളായിട്ട്. ഇതൊക്കെ പറയുമ്പോൾ ടീച്ചർമാരും മറ്റു സഹപാഠികളും അവനെ വളരെ പരിഹസിച്ച് കളിയാക്കുന്ന, അല്ലെങ്കിൽ പുച്ഛത്തോടുകൂടി കാണുന്ന ഒരു കാലഘട്ടം. ഇനിയൊരു കുറ്റം ചെയ്ത് ജയിലിലോട്ട് പോയാൽ അവിടെ നിന്നും ഒരിക്കലും പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത തടവ് പുള്ളികൾ. ഒരാളെ എങ്ങനെ പോക്കറ്റടിക്കാം, എങ്ങനെ ബലാത്സംഗം ചെയ്യാം, എങ്ങനെ പോൺ സിനിമകൾ പിടിക്കാം, എങ്ങനെ ഒരാളെ കൊല്ലാം എന്നൊക്കെ പഠിപ്പിക്കാൻ ജയിലിനുള്ളിൽ തന്നെ പ്രത്യേക വിഭാഗമുണ്ട്. ജയിൽ ചാടാൻ ആഗ്രഹിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്ത് ജയിലധികാരികൾ ഒപ്പം തന്നെയുണ്ട്. ജയിലിലെത്തുന്ന ഓരോ ആൾക്കും പുതിയൊരു പേര് നൽകും. തടവുകാരുടെ ക്യൂവിൽ നിൽക്കുന്ന ഒരാളോട് ജയിൽ അധികാരി പേര് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന പേര് ഗാന്ധി എന്നാണ്. ഉടനെ ഈ ജയിലധികാരി അയാളോട് പറയുകയാണ്, നാളെ മുതൽ നിന്റെ പേര് ഗാന്ധി എന്നല്ല, നാളെ മുതൽ നിന്റെ പേര് ഗോഡ്സെ എന്നാണ്. ആ ഒരു സംഭാഷണത്തിലൂടെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ പ്രേക്ഷകർക്ക് കിട്ടും. ഈ കാലഘട്ടത്തിലേക്ക് നമ്മുടെ പെങ്ങളെ അല്ലെങ്കിൽ മകളെയൊക്കെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ പയ്യനെ കുറിച്ചിട്ട് ഒന്ന് അന്വേഷിക്കും, നല്ലവനാണോ, അവൻ കുടുംബം നോക്കുന്നവനാണെന്നൊക്കെ. പക്ഷേ ആ കാലഘട്ടത്തിൽ, വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സിനിമയിൽ കാണിക്കുന്നത് പ്രകാരം ഏതൊരച്ഛനും തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരാൾക്ക് മാത്രമാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവൻ നല്ലവനാണെന്ന് പറഞ്ഞാൽ അവനൊരിക്കലും പെണ്ണു കൊടുക്കില്ല. എന്നാൽ നമ്മുടെ നായകൻ ചെറുപ്പത്തിലെ മറ്റൊരു നാട്ടിലേക്ക് വീട് മാറിപ്പോയ തൻ്റെ ബാല്യകാല സഖിയെ താനൊരു നല്ലവനാണെന്നുള്ള കാര്യം മറച്ചു വെച്ച് വിവാഹം ചെയ്യുന്നു. തുടർന്നുള്ള രസകരമായ സംഭവങ്ങളാണ് സിനിമ പലപ്പോഴും ലാഗടിക്കുമെങ്കിലും ബോറടിപ്പിക്കുന്നില്ല. ആദ്യാവസാനം സിനിമയിൽ പറയുന്ന സീരിയസ് മാറ്ററല്ല നമുക്ക് ചിരി തരുന്നുണ്ട്. അഭിനയിച്ചവരൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ തൻ്റെ ഭാഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പാട്ടുകളൊക്കെ മനോഹരമാണ്. പ്രണയം പറയുന്ന രംഗങ്ങളും വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പ്രണയരംഗങ്ങളിൽ നായികയ്ക്ക് അഴക് കൂടുന്നുമുണ്ട്. കാണാൻ പറ്റുന്നവർ ഈ സിനിമ കുടുംബസമേതം തന്നെ കാണണം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.